നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളുടെ വാഹനത്തിന്റെ വിവരങ്ങൾ പരിവാഹൻ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോകരുത്. ഒരു പ്രധാന അറിയിപ്പാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. മാർച്ച് 1 മുതൽ മോട്ടോർ വാഹന വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ആധാർ അടിസ്ഥാനമാക്കുകയാണ്. അതിനാൽ ഫെബ്രുവരി 29-നകം നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹൻ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇതിനു മുന്നോടിയായി വാഹന ഉടമകൾ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹൻ പോർട്ടലിൽ ഉൾപ്പെടുത്തണമെന്ന് ഗതാഗത കമ്മീഷണർ നിർദ്ദേശവും നൽകി. ഈ സേവന കേന്ദ്രങ്ങൾ, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവ വഴി മൊബൈൽ നമ്പർ പരിവാഹനിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഫെബ്രുവരി 1 മുതൽ 28 വരെയാണ് അപ്ഡേറ്റ് ചെയ്യാൻ അവസരം ഒരുക്കിയിരിക്കുന്നത്. RTO, ജോയിന്റ് RTO ഓഫീസുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റം, ഫിനാൻസ് സേവനങ്ങൾ, പെർമിറ്റ് സേവനങ്ങൾ എന്നിവ നേരത്തെ തന്നെ ആധാർ അധിഷ്ഠിതമാക്കിയിരുന്നു. ആധാർ നമ്പറിന് പുറമെ ബദൽ സൗകര്യമെന്ന നിലയിൽ മൊബൈൽ നമ്പർ കൂടി നൽകി OTP സ്വീകരിച്ച് ഓൺലൈൻ നടപടി പൂർത്തിയാക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. ആധാർ നൽകിയാൽ ആധാർ ലിങ്ക് ചെയ്ത നമ്പറിലേക്കും മൊബൈൽ ഫോൺ നൽകിയാൽ ആ നമ്പറിലേക്കുമൊക്കെ OTP എത്തിയിരുന്നു. എന്നാൽ ഇടനിലക്കാർ തങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി OTP സ്വീകരിച്ച നടപടികൾ പൂർത്തിയാക്കുന്ന സ്ഥിതിയിലായി. ക്രമേണ ആധാർ ഇല്ലാതെ ഫോൺ നമ്പർ നൽകുന്ന രീതി മാത്രമായി അവസാനിപ്പിച്ചാണ് ആധാർ മാത്രമായി OTP സേവനം പരിമിതപ്പെടുത്തുന്നത്. മറക്കരുത്, ഫെബ്രുവരി 1 മുതൽ 29 വരെ സമയത്തിനുള്ളിൽ ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. സുരക്ഷിതമായ സർവീസുകൾ മാത്രം ഉപയോഗിക്കുക. വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും.